വാട്സ്ആപ്പ് ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ നമ്മളിന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കട്ടിംഗ് ആണെങ്കിലും ഗെയിനിങ് ആണെങ്കിലും നിങ്ങൾക്ക് ഏതൊക്കെ രീതിയിലാണ് നിങ്ങൾ ഷേക്ക് ഉണ്ടാക്കി കഴിക്കേണ്ടത് എന്നുള്ള കാര്യമാണ് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ പലരും നമ്മുടെ അടുത്ത് മെസ്സേജ് അയച്ച് ചോദിക്കാറുള്ള കാര്യമാണ്, അതായത് ഗെയിനിങ് ചെയ്യുവാണെങ്കിൽ എങ്ങനെ ഷേക്ക് ഉണ്ടാക്കണം, കട്ടിങ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ ഷേക്ക് ഉണ്ടാക്കണം. ശരിക്കും പറഞ്ഞാൽ അത് രണ്ടും തമ്മിൽ വലിയ ഡിഫറൻസ് ഇല്ല. ഇത് രണ്ടും ഉണ്ടാക്കാൻ നേരത്തെ നമ്മൾ കൊടുക്കുന്ന മാക്രോ ന്യൂട്രിയൻസ് അതിൻ്റെ അളവിൽ മാത്രമേ ഉള്ളൂ ഒരു ഡിഫറൻസ്. മാക്രോ ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോട്ടീന്, ഫാറ്റ്, കാർബോഹൈഡ്രേറ്റ്. അപ്പോൾ ഈ പ്രോട്ടീന്, ഫാറ്റ്, കാർബോഹൈഡ്രേറ്റിൻ്റെ അകത്ത് നമ്മൾ പ്രോട്ടീൻ ഈ പറയുന്ന രണ്ട് ഷേക്കിൻ്റെ അകത്തും ഒരേ രീതിയിൽ തന്നെ ആയിരിക്കും നമ്മൾ ക്രമീകരിച്ച് വെച്ചേക്കുന്നത്. ബാക്കി നമ്മൾ ചേഞ്ചസ് വരുത്തുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാർബോഹൈഡ്രേറ്റിലും ഫാറ്റിലും മാത്രമാണ്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. നമ്മൾ ഇപ്പോൾ ഗെയിനിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസിനെ പറ്റി തന്നെ നമുക്ക് ആദ്യം സംസാരിക്കാം. അപ്പോൾ ഗെയിനിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഷേക്ക് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 ബനാന ആവശ്യമുണ്ട്, അതുപോലെ തന്നെ പീനട്ട് ബട്ടർ ആവശ്യമുണ്ട്, അതുപോലെ തന്നെ 1 കപ്പ് മിൽക്ക് ആവശ്യമുണ്ട്, അതുപോലെ തന്നെ പ്രോട്ടീൻ റിക്വയർമെൻറ്റ്സിന് വേണ്ടിയിട്ട് ഒരു വേ പ്രോട്ടീൻ സപ്ലിമെൻ്റ് ആണ് എടുത്തേക്കുന്നത്. അതിൻ്റെ അകത്ത് 1 സ്കൂപ്പ് ആയിരിക്കും ഈ പറയുന്ന 2 ഷേക്കിലോട്ടും നമ്മൾ എടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ അടുത്ത് എല്ലാവരും തന്നെ ചോദിക്കുന്ന ഒരു ഡൗട്ടാണ്, നമ്മൾ ഏത് വേ പ്രോട്ടീൻ എടുക്കണം എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ അതിൽ വലിയ കാര്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. നിങ്ങൾക്ക് ഏത് ബ്രാൻഡ് വെള്ളം എടുക്കാവുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ അത് ജെന്യൂൻ ആണെന്ന് മാത്രം നിങ്ങൾ ചെക്ക് ചെയ്യുക. അതിന് ജെന്യൂൻ ആണെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ തന്നെ വളരെയധികം സൗകര്യങ്ങളുണ്ട്. ലെറ്റ്സ് വെരിഫൈ പോലുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ വെച്ച് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റാണ്, ജെന്യൂൻ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഏത് ബ്രാൻഡാണെന്ന് നിങ്ങൾക്ക് അത് ഉപയോഗിക്കാവുന്നതാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജെന്യൂനിറ്റിയിലാണ് അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളെല്ലാം ഇരിക്കുന്നത്. ഫേക്ക് ആയിട്ടുള്ള പ്രോഡക്ട്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും അത് കറക്റ്റാണോ അല്ലയോ എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ജെന്യൂനിറ്റി ചെക്ക് ചെയ്യുക, അത് നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാൻഡ് യൂസ് ചെയ്യുന്നതാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ പർച്ചേസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഇന്റർനാഷണൽ ബ്രാൻഡ് ആയിട്ടുള്ള സംഭവങ്ങളൊന്നും വാങ്ങി ഉപയോഗിക്കാൻ വേണ്ടി പറ്റത്തില്ല. അപ്പം നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള തന്നെ ആയിരിക്കും മേടിക്കുന്നത്. അപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണെങ്കിൽ പോലും നിങ്ങളത് കറക്റ്റ് ആയിട്ടുള്ള കമ്പനിയിൽ നിന്ന് തന്നെയാണ് ആ സംഭവം വരുന്നത് എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്താൽ മാത്രം മതി. വേറെ വലിയ കാര്യങ്ങളൊന്നും നമ്മൾ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ ഏതായാലും പല ബ്രാൻഡ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബ്രാൻഡ്സ് യൂസ് ചെയ്യുന്ന നേരത്തെ പലരും പറഞ്ഞിട്ടുള്ള റിവ്യൂസ് ഒക്കെ നോക്കിയിട്ട് യൂസ് ചെയ്യുന്നില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പല ബ്രാൻഡുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പല രീതിയിലായിരിക്കും അഫക്റ്റ് ചെയ്യുന്നത്. ചിലർക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില സൈഡ് എഫക്ട്സ് ഒക്കെ പോലെ ഉണ്ടാകാറുണ്ട്, സ്കിന്നിലൊക്കെ സൈഡ് എഫക്ട്സ് പോലെ ഉണ്ടാകാറുണ്ട്. അതിൻ്റെ മെയിൻ കാരണം തന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് പാല് അല്ലെങ്കിൽ മിൽക്കിനോടുള്ള ഒരു ലാക്ടോസ് ഇൻടോളറൻസ് എന്ന് പറയുന്ന ഒരു പ്രോബ്ലം ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സൈഡ് എഫക്ട്സ് ഒക്കെ ഉള്ളവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിൽക്ക് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. അതിപ്പോൾ എന്താണേലും പാലാണേലും ഉപയോഗിക്കരുത്, അതുപോലെ തന്നെ വേ ഒരിക്കലും ഉപയോഗിക്കരുത്. കാരണം വേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ ഈ പറയുന്ന ഈ മിൽക്കിൻ്റെ അകത്ത് തന്നെ കിട്ടുന്ന ഒരു സംഭവമാണ്, ഒരു ബൈ പ്രോഡക്റ്റ് തന്നെയാണ് നമ്മുടെ ഈ വേ എന്ന് പറയുന്ന സംഭവം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ വേ ഉപയോഗിക്കരുത്. നിങ്ങൾക്ക് ലാക്ടോസ് ഇൻടോളറൻസ് പോലുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും വേ ഉപയോഗിക്കരുത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് മാത്രം ഇങ്ങനെ ഒരു സ്കിൻ കംപ്ലൈൻസ് ഒക്കെ പോലെ അല്ലെങ്കിൽ വേറെയുള്ള സൈഡ് എഫക്ട്സ് ഒക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ. പിന്നെ ചിലർക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില ബ്രാൻഡുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡൈജസ്റ്റ് ആകാറില്ല, ഡൈജഷൻ പ്രോബ്ലംസ് വരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രോബ്ലംസ് വരുന്നതും ഒരു പ്രശ്നമാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ അങ്ങനെ ഒരു പ്രോബ്ലം ഇല്ല എന്നുള്ളത് നിങ്ങൾ റിവ്യൂസ് ഒക്കെ നോക്കി മനസ്സിലാക്കിയ ശേഷം മാത്രം നിങ്ങൾ പർച്ചേസ് ചെയ്യുക. അപ്പം വേ പ്രോട്ടീൻ നമ്മളൊരു സ്കൂപ്പ് എടുക്കുന്നുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ബനാന 2 എടുക്കുന്നുണ്ട്. ബനാന നമുക്ക് കാർബോഹൈഡ്രേറ്റിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ അത് ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട്, പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ ഈ പറയുന്ന ബനാന നമ്മൾ എടുത്തേക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ വളരെ ചീപ്പായിട്ട് എല്ലായിടത്തും തന്നെ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് ബനാന. സോ അതുകൊണ്ടാണ് നമ്മൾ ബനാന എടുത്തേക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ പിന്നെ എടുത്തേക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ പീനട്ട് ബട്ടറാണ്. അപ്പോൾ പീനട്ട് ബട്ടർ നമുക്ക് ഹെൽത്തി ഫാറ്റ് സോഴ്സ് ആണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ പീനട്ട് ബട്ടർ എടുക്കാൻ നേരത്തെ പർച്ചേസ് ചെയ്യാൻ നേരത്തെ നമ്മൾ പലരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൺലൈനൊക്കെ ആയിട്ടായിരിക്കും പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങളെല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹൈഡ്രോജനേറ്റഡ് ഓയിൽ ആയിട്ടുള്ള പീനട്ട് ബട്ടർ വാങ്ങരുത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സെപ്പറേഷനൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഹൈഡ്രോജനേറ്റഡ് ഓയിൽ ആഡ് ചെയ്യുന്നത്. വെച്ചിട്ടുണ്ടെങ്കിൽ ജാമിൻ്റെ ഒക്കെ ആ ഒരു കൺസിസ്റ്റൻസി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഹൈഡ്രോജനേറ്റഡ് ഓയിൽ പീനട്ട് ബട്ടറിലോട്ട് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഉദാഹരണം നമ്മുടെ വീട്ടിൽ നമ്മൾ പീനട്ട്സ് ജസ്റ്റ് എടുത്തിട്ട് നമ്മളൊന്ന് മിക്സിയിലിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ആ ഒരു സെറ്റപ്പിൽ നമുക്ക് കിട്ടത്തില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കടയിൽ നിന്നൊക്കെ കിട്ടുമ്പോൾ പല ഇൻഗ്രീഡിയൻസും ആഡഡ് സാൾട്ടും ആഡഡ് ഷുഗറും അതുപോലെ തന്നെ ഹൈഡ്രോജനേറ്റഡ് ഓയിലൊക്കെ ആഡ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ഈ പറയുന്ന രീതിയിലുള്ള പീനട്ട് ബട്ടറൊക്കെ കിട്ടുന്നത്. അപ്പോൾ നമ്മളെന്തായാലും വീട്ടിലുണ്ടാക്കാൻ നേരത്തെ വീട്ടിലുണ്ടാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ജസ്റ്റ് കുറച്ച് കടല എടുത്തിട്ട് റോസ്റ്റഡ് പീനട്ട്സ് എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് മിക്സിയിലിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് കിടിലമായിട്ടുള്ള രീതിയിൽ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇല്ലെങ്കിൽ നമുക്ക് ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നോക്കിയാൽ മതി. നോ ആഡഡ് ഷുഗർ, നോ ആഡഡ് സാൾട്ട്, നോ ആഡഡ് ഹൈഡ്രോജനേറ്റഡ് ഓയിൽ, ഓൾ നാച്ചുറൽ പീനട്ട് ബട്ടർ ആണ് ഇൻഗ്രീഡിയൻസിൻ്റെ അത് ഓൾ നാച്ചുറൽ പീനട്ട്സ് അല്ലെങ്കിൽ റോസ്റ്റഡ് പീനട്ട്സ് ഉള്ളിന്ന് എഴുതിയേക്കുന്ന രീതിയിലുള്ളത് മാത്രം നിങ്ങൾ പർച്ചേസ് ചെയ്യുക. ഓക്കെ ഗൈസ്, അപ്പോൾ പീനട്ട് ബട്ടർ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ഏകദേശം 30 ഗ്രാമോളം പീനട്ട് ബട്ടർ നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ നമുക്ക് കുറേ ഫാറ്റും കിട്ടും. അതുപോലെ തന്നെ നമുക്ക് 8 ഗ്രാം ഇത് ഫാറ്റ് സോഴ്സ് ആണെങ്കിൽ പോലും നമുക്ക് അതിൻ്റെ അകത്ത് നിന്ന് 8 ഗ്രാമോളം പ്രോട്ടീൻ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ എടുത്തേക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര സംഭവങ്ങളാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഈ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓട്സും കൂടെ ആഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. പക്ഷേ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഓട്സ് ഇല്ലാത്തതുകൊണ്ട് ഞാനിവിടെ ആഡ് ചെയ്യുന്നില്ല. പക്ഷേ എന്തായാലും നിങ്ങൾ ഒരു സ്കൂപ്പ് ഓട്സും കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ ഓട്സും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം ടോട്ടലായിട്ട് ഈ വരുന്ന ഒരു ഷെയ്ക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1000 കലോറിയാണ് ഈ പറയുന്ന ഷെയ്ക്ക് വരുന്നത്. ഓക്കെ,
അപ്പം നമ്മൾ നെക്സ്റ്റ് ഇനി നമ്മുടെ കട്ടിങ്ങിൻ്റെ വേണ്ടിയിട്ടുള്ള ഒരു ഷേക്കിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ വലിയ ചേഞ്ചസ് ഒന്നും നമ്മൾ വരുത്തുന്നില്ല. നമ്മൾ ചേഞ്ചസ് വരുത്തുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എടുത്ത മിൽക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോൾ മിൽക്കാണ് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ, എന്ന് വെച്ചാൽ നമ്മളവിടെ പാടയൊന്നും നിൽക്കാത്ത മിൽക്കാണിത്. രണ്ടാമത്തെ കേസിലോട്ട് നമ്മൾ കട്ടിങ്ങിന് വേണ്ടിയിട്ട് വരുന്ന ഈവത്തിന് നമ്മൾ എടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാട റിമൂവ് ചെയ്തിട്ടുള്ള മിൽക്കാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ പാട റിമൂവ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് മിൽക്ക് എടുത്തിട്ട് നമ്മൾ കുക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിലെടുത്ത് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമ്മൾ എടുത്ത് കഴിഞ്ഞിട്ട് ആ പാട നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഞാനിവിടെ 2 ഷേക്ക് ഉണ്ടാക്കേണ്ട ആവശ്യമുള്ളത് കൊണ്ട് ഞാൻ അങ്ങനെ ആ മിൽക്കും പാടയും കൂടെ ഉള്ള സംഭവം എടുത്തിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊരു ഗ്ലാസ്സിലോട്ട് ഒഴിച്ച് കഴിഞ്ഞപ്പം ആ പാട എല്ലാം കൂടെ അങ്ങോട്ട് പോകും. അപ്പോൾ ആ പാട ഉള്ള സംഭവം എടുത്തിട്ടാണ് ഞാൻ ഈ ഗെയിനിങ്ങിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റേതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ലൈറ്റ് ആയിട്ടുള്ള മിൽക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കട്ടിങ്ങിന് വേണ്ടിയിട്ട് എടുത്തു. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ പാട റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് മാക്സിമം നിങ്ങൾക്ക് അതിനകത്ത് നിന്ന് ഫാറ്റ് റിമൂവ് ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ ആദ്യത്തെ ഒരു പ്രാവശ്യം പാട റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഒന്നുകൂടെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേനും അതിൻ്റെ അകത്ത് വീണ്ടും പാട ഉണ്ടാവും. അപ്പോൾ അങ്ങനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വളരെ ഫാറ്റ് ഫ്രീ മിൽക്കായിട്ട് നിങ്ങൾക്ക് അത് മാറ്റിയെടുക്കാൻ വേണ്ടി സാധിക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് കടയിൽ നിന്നൊക്കെ നമുക്ക് അല്ലെങ്കിൽ നമ്മൾ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ് ഫാറ്റ് ഫ്രീ മിൽക്ക് എന്നൊക്കെ പറഞ്ഞാൽ അവൈലബിൾ ആണ്. പക്ഷേ അത് ഇച്ചിരി കോസ്റ്റ്ലി ആയിരിക്കും. നമുക്ക് അങ്ങനെ കോസ്റ്റ്ലി ആയിട്ട് മേടിക്കേണ്ട കാര്യമില്ല. നമുക്ക് കടയിൽ നിന്ന് മേടിക്കുന്ന നമ്മൾ സാധാരണ അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന പാലിനകത്ത് നിന്ന് തന്നെ നമുക്ക് പാട റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഫാറ്റ് റിമൂവ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനിയിപ്പം ഇത് രണ്ടും പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൽമണ്ട് മിൽക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ആൽമണ്ട് മിൽക്ക് നമുക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും, പക്ഷേ ഇച്ചിരി കോസ്റ്റ്ലിയാണ്. അപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യുന്നത് തന്നെ ഫ്രിഡ്ജ് വെച്ചിട്ട് ഇത് റിമൂവ് ചെയ്യുന്നത് തന്നെയായിരിക്കും ഏറ്റവും നല്ലത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ഡിഫറൻസ് ആണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളിവിടെ ബനാന ആഡ് ചെയ്തിട്ടില്ല. നമ്മൾ കട്ടിങ്ങിൻ്റെ ടൈമിൽ നമുക്ക് ബനാന ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് തിക്നെസ് വേണമെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഒരു ബനാന വേണമെങ്കിൽ ആഡ് ചെയ്യാം. പക്ഷേ ബനാന ആഡ് ചെയ്തായിരിക്കുന്നതായിരിക്കും നല്ലത്, കാരണം നമ്മൾ മാക്സിമം കലോറി ഇവിടെ കുറയ്ക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി വേണമെങ്കിൽ ബെറീസ് ഒക്കെ ആഡ് ചെയ്യാവുന്നതാണ്. സ്ട്രോബെറി അതുപോലെ തന്നെ ബ്ലൂബെറീസ് ഒക്കെ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കളറിലും വ്യത്യാസം വരും, അതുപോലെ തന്നെ ടേസ്റ്റിലും ചെറിയ വ്യത്യാസം വരും. അപ്പോൾ എന്തായാലും ഞാനിവിടെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല, കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എടുത്തേക്കുന്ന വേഗം തന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചോക്ലേറ്റ് ഫ്ലേവർ ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വേറെ പിന്നെ ഒരു ഫ്ലേവർ ആഡ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് കട്ടിങ്ങിന് വേണ്ടി ആഡ് ചെയ്തിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഫാറ്റ് ഫ്രീ മിൽക്കും അതുപോലെ തന്നെ വേ പ്രോട്ടീൻ മാത്രമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഏകദേശം വരുന്ന കലോറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു കപ്പ് എടുത്ത് കഴിയുമ്പോൾ പാൽ ഒരു കപ്പാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം 300 കലോറിയാണ്. അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടിൻ്റെയും കലോറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കട്ടിങ്ങിന് എടുത്തേക്കുന്ന കലോറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 ഇരട്ടി കുറവാണ് നമ്മൾ ഗെയിനിങ്ങിന് എടുത്തത്. അതായത് ഗെയിനിങ്ങിന് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 ഇരട്ടി കൂടുതൽ കലോറിയാണ് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പം ഡെഫിനറ്റ് ആയിട്ടും ഇങ്ങനെ കലോറി കൂടുതൽ വന്നു കഴിയുമ്പോഴത്തേനും നമുക്ക് ഗെയിനിങ് ഉണ്ടായ രക്ഷയില്ല, അല്ലെങ്കിൽ നമ്മൾ കലോറി കുറച്ച് ചെയ്യുമ്പോൾ നമുക്ക് കട്ടിങ് ഉണ്ടായ രക്ഷയില്ല. അപ്പോൾ ഇതാണ് ഇത് തമ്മിലുള്ള സയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. വേറെ സംഭവമൊന്നുമില്ല. ഇവിടെ രണ്ടിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുത്തേക്കുന്ന മാക്രോ ന്യൂട്രിയൻസിനുള്ള വേരിയേഷൻസ് അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോട്ടീൻ രണ്ടിലും നമ്മൾ സെയിം ആണ് എടുത്തേക്കുന്നത്. കാർബോഹൈഡ്രേറ്റിലും അതുപോലെ തന്നെ ഫാറ്റിലും വേരിയേഷൻസ് വരുത്തുമ്പോഴാണ് ഗെയിനിങ് ആണോ കട്ടിങ് ആണോ എന്നുള്ളൊരു സ്റ്റേജിലോട്ട് പോകുന്നത്. അതായത് നമ്മൾ ഗെയിനിങ്ങിന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ കാർബോഹൈഡ്രേറ്റും അതുപോലെ തന്നെ കൂടുതൽ ഫാറ്റും എടുത്തെങ്കിൽ നമ്മൾ കട്ടിങ്ങിൻ്റെ സമയത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ പ്രോട്ടീനാണ് എടുത്തേക്കുന്നത്. അവിടെ ഫാറ്റും കാർബോഹൈഡ്രേറ്റും കുറവാണ്. ഫാറ്റ് നമുക്ക് കട്ടിങ്ങിൻ്റെ സമയത്ത് നമ്മൾ എടുത്തേക്കുന്നതിന് കിട്ടുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ മിൽക്കിനകത്ത് വളരെ കുറച്ച് ഫാറ്റ് മാത്രം കാണും. അതുപോലെ തന്നെ നമുക്ക് വേറെ ഫാറ്റൊന്നും വരുന്നില്ല. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോട്ടീനാണ് വരുന്നത്. അതുപോലെ കാർബോഹൈഡ്രേറ്റ് മിൽക്കിൻ്റെ അകത്തുണ്ട്, അതും വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. നമ്മൾ വേറെ ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളെങ്ങനെയാണ് ഷേക്ക് ഉണ്ടാക്കിയത് നിങ്ങൾ കണ്ടു കാണും. ഇനിയിപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മളിപ്പോൾ ഈ ചെക്ക് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കട്ടിങ്ങിന് വേണ്ടി നമ്മൾ ഉണ്ടാക്കിയതാണ്. ഇതിനകത്ത് ജസ്റ്റ് നമ്മൾ ആ പാട പോലും ആഡ് ചെയ്യാത്ത ഒരു മിൽക്കും അതുപോലെ തന്നെ നമ്മൾ ആ വേ പ്രോട്ടീൻ മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഒരു പഴം മാത്രം നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. പക്ഷേ അത് ആഡ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് തന്നെ വളരെ ലൈറ്റാണിത്. അപ്പോൾ കട്ടിങ്ങിന് എന്തായാലും നമ്മൾ വളരെ ലൈറ്റായിട്ട് നമുക്ക് കലോറി വളരെ കുറച്ച് തന്നെയാണ് നമ്മൾ ഉണ്ടാക്കിയേക്കുന്നത്. നമ്മൾ രണ്ടാമത്തെ ഷേക്ക് ഒന്ന് കുടിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നമ്മൾ 2 പഴം ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2 പഴം ആഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഇതിന് നല്ല തിക്നെസ് ഉണ്ടാകും. നമുക്ക് ഈ പറയുന്ന ഗെയിനിങ്ങിന് വേണ്ടി നമ്മൾ ഷേക്ക് ഉണ്ടാക്കാൻ നേരത്ത് നമ്മൾ അതിൻ്റെ അകത്തോട്ട് ഓട്സും കൂടെ ആഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ ഓട്സ് ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ ഓട്സ് ആഡ് ചെയ്യായിരുന്നത്. അപ്പോൾ ഓട്സും കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ ഇത് ശരിക്കും നല്ല തിക്നെസ് കൂടുകയാണ് ഇതിൻ്റെ. അതുപോലെ തന്നെ കലോറീസും കുറച്ച് കൂടും. അപ്പോൾ ഞാൻ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓട്സും കൂടെ ആഡ് ചെയ്തതിന് ശേഷമുള്ള കലോറിയുടെ ഒരു കണക്കൊക്കെ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ ഓട്സും കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ 1 കപ്പ് മിൽക്കും അതുപോലെ തന്നെ ഓട്സ് 2 ബനാന അതുപോലെ തന്നെ പീനട്ട് ബട്ടറും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം 1000 കലോറിയാണ് ഈ വരുന്ന ഗെയിനിങ് ഷേക്കിന് വേണ്ടിയിട്ട് നമുക്ക് വരുന്ന കലോറി. അതേസമയം നമുക്ക് ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 300 കലോറിയുടെ താഴെ മാത്രമേ വരുന്നുള്ളൂ. 300 കലോറി ഒന്നും ഇല്ല. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 200 കലോറി വല്ലതും കാണുമായിരിക്കും. ബനാനയും കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ 300 കലോറിയും കൂടെ ആവും. അപ്പോൾ അത്രയും ഡിഫറൻസ് ഉണ്ട് ഇത് രണ്ടും തമ്മിൽ. അപ്പം നിങ്ങൾക്ക് ഇവിടെ നോക്കി തന്നെ മനസ്സിലാവും. നമ്മളിവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോട്ടീനിനകത്ത് യാതൊരു ചേഞ്ചസും വരുത്തിയിട്ടില്ല. നമ്മൾ ചേഞ്ചസ് വരുത്തിയേക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
കാർബോഹൈഡ്രേറ്റിലും അതുപോലെ തന്നെ ഫാറ്റിലും മാത്രമേ നമ്മൾ ചേഞ്ചസ് വരുത്തിയിട്ടുള്ളൂ. അപ്പോൾ തന്നെ ഇത്രയും വലിയൊരു 3 ഇരട്ടിയോളം തന്നെ ഒരു ഡിഫറൻസ് കലോറിയിൽ മാത്രം വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഈ പറയുന്ന 2 ഷെയ്ക്ക് ഉണ്ടാക്കേണ്ടത്. ഇത് എങ്ങനെ ഉണ്ടാക്കുന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി തീർന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന ഡെഫിനറ്റ് ആയി ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ അടയുന്നുണ്ട്. അപ്പോൾ മറ്റൊരു കിടിലൻ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ബൈ.